ഒരു സിമ്പിൾ ക്വസ്റ്റ്യനോടെ നമുക്ക് തുടങ്ങാം. നോബൽ സമ്മാനം എത്ര വിഷയങ്ങൾക്കാണ് നൽകുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 6 വിഷയങ്ങൾക്ക്. സമാധാനം, സാഹിത്യം, വൈദ്യശാസ്ത്രം, ഭൗതികശാസ്ത്രം, രസതന്ത്രം, സാമ്പത്തിക ശാസ്ത്രം എന്നിവയാണ് 6 വിഷയങ്ങൾ. അടുത്ത ചോദ്യം, 2025 സമാധാന നോബൽ ജേതാവായ മരിയ കൊറിന മച്ചാഡോ ഏത് രാജ്യക്കാരിയാണ്? ആൻസർ ഓപ്ഷൻ ബി, വെനിസ്വേല. വെനിസ്വേലയുടെ പ്രതിപക്ഷ നേതാവാണ് മരിയ കൊറിന. വെനിസ്വേലയുടെ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോ ആണ്. അടുത്ത ചോദ്യം, തന്നിരിക്കുന്നതിൽ 2025 രസതന്ത്ര നോബൽ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടാത്ത വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഡെമിസ് ഹസാബിസ്. അദ്ദേഹം 2024 രസതന്ത്ര നോബൽ ജേതാവാണ്. മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകളുടെ ഗവേഷണത്തിനാണ് ഇത്തവണത്തെ രസതന്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, തന്നിരിക്കുന്നതിൽ 2025 വൈദ്യശാസ്ത്രം നോബൽ ജേതാക്കൾ ആരൊക്കെയാണ്? ആൻസർ എ, ബി, ഡി എന്നിവയാണ്. ഇതിൽ മിഷേൽ എച്ച് ഡിവോറൈറ്റ് ഭൗതിക ശാസ്ത്ര ജേതാവാണ്. അടുത്ത ചോദ്യം, ഏത് വിഷയത്തെ സംബന്ധിച്ച പഠനത്തിനാണ് 2025 വൈദ്യശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ് എന്ന വിഷയത്തെ സംബന്ധിച്ച പഠനത്തിന്. ശരീരത്തിൽ രോഗാണുക്കൾക്കെതിരെയുള്ള സ്വാഭാവിക പ്രതിരോധ ശക്തിയെ നിയന്ത്രിക്കുന്ന റെഗുലേറ്ററി ടി സെല്ലിനെ കുറിച്ചും അവ ഒരുപക്ഷെ ശരീരത്തിൽ തന്നെ സ്വന്തം അല്ലെങ്കിൽ നല്ലതായുള്ള സെല്ലുകളെ നശിപ്പിക്കുന്ന രീതി, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിനെ സംബന്ധിച്ചുമുള്ള പഠനത്തിനാണ് ഇത്തവണത്തെ വൈദ്യശാസ്ത്ര പുരസ്കാരം ലഭിച്ചത്. 2025 സാഹിത്യ നോബൽ പുരസ്കാര ജേതാവായ ലാസ്ലോ ക്രിസ്നഹോർക്കയുടെ കൃതികൾ ഏതെല്ലാമാണ്? ആൻസർ, ഈ തന്നിരിക്കുന്ന 4 കൃതികളും ലാസ്ലോയുടെ കൃതികൾ തന്നെയാണ്. നൽകിയിരിക്കുന്ന 4 കൃതികളിൽ ലാസ്ലോയുടെ ആദ്യത്തെ കൃതി ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, സദാന്തോങ്കോ. മാക്രോസ്കോപ്പിക് ക്വാണ്ടം ടണലിങ്ങിൻ്റെ ഗവേഷണത്തിനാണ് ഇപ്രാവശ്യത്തെ ഭൗതിക നോബൽ പുരസ്കാരം ലഭിച്ചത്. പങ്കിട്ടെടുത്ത വ്യക്തികൾ ആരൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ, സി, ഡി എന്നിവരാണ്. മിഷേൽ എം ഡൊറോബ്രൈറ്റ്, ജോൺ ക്ലാർക്ക്, ജോൺ എം മാർട്ടിനസ്. ജോൺ ഹോപ്ഫീൽഡ് 2024 നോബൽ പുരസ്കാര ജേതാവാണ്. സാമ്പത്തിക ശാസ്ത്ര നോബൽ പുരസ്കാരം 3 പേർ പങ്കിട്ടെടുത്തപ്പോൾ സമ്മാനത്തുകയുടെ 50% അർഹത നേടിയ വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ജോയൽ മോക്കീർ. സമ്മാനത്തുക 10 കോടിയാണ്. അതിൽ 50% ജോയൽ മോക്കീറും ബാക്കി 50% പീറ്റർ ഹോവിയറ്റും ഫിലിപ്പ് അക്കിഗോണിയും പങ്കിട്ടെടുത്തു. 2025 സാമ്പത്തിക ശാസ്ത്ര നോബൽ പുരസ്കാരത്തിന് അർഹത നേടിക്കൊടുത്ത വിഷയം ഏതായിരുന്നു? ആൻസർ ഓപ്ഷൻ സി ആൻഡ് ഡി ആണ്, ക്രിയേറ്റീവ് ഡിസ്ട്രാക്ഷൻ ആൻഡ് നവീകരണ അധിഷ്ഠിത സാമ്പത്തിക വളർച്ച. ഇതോടൊപ്പം തന്നെ സാങ്കേതിക വിദ്യയും നൂതന ആശയങ്ങളും സാമ്പത്തിക ശാസ്ത്രത്തിൽ പുരോഗതി കൈവരിച്ചു എന്നത് പുരസ്കാരം ലഭ്യമാക്കാനുള്ള ഗവേഷണങ്ങളാണ്.